ഹലോ എവ്രിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ചധികം കമ്മ്യൂണിക്കേഷൻ തിയറീസ് പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു കൾട്ടിവേഷൻ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ടെലിവിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. നമ്മളിന്ന് ഈ ഒരു തിയറീനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിൻ സ്ട്രീമിംഗ് എന്താണ്, റെസൊണൻസ് എന്താണ്, ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ തിയറിയിലേക്ക് പോകാം. ഇപ്പോൾ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ജോർജ് ഗേബ്നർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജോർജ് ഗേബ്നർ ആണ് 1976 കൾട്ടിവേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം, അതിലൊരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ് ജോർജ് ഗേബ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ടെലിവിഷനും അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഈ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. 1976 ജോർജ് ഗേബ്നർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് മാസ് മീഡിയ ഹാവ് subtle effects on audiences who unknowingly absorb the dominant symbols, images and messages of mass media. അപ്പോൾ എന്താണ് പറയുന്നത്, ആ ഒരു കൾട്ടിവേഷൻ എന്നുള്ള ആ ഒരു വേർഡിൽ തന്നെ ഉണ്ടല്ലേ, കൾട്ടിവേറ്റ് ചെയ്യാണ്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഇമേജും പാറ്റേണും സിമ്പിൾസും ഒക്കെ എന്ത് ചെയ്യാണെന്നാണ് പറയുന്നത്, ആൾക്കാർ മീഡിയയിലൂടെ അബ്സോർബ് ചെയ്യാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം സ്പെഷ്യൽ എംഫസിസ് കൊടുക്കുന്നത് ടെലിവിഷനാണ്. അതായത് ടെലിവിഷൻ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്, അതിൽ കാണിക്കുന്ന ഇമേജസും പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, അതുപോലെ അബ്സോർബ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു തിയറീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ടെലിവിഷനിൽ കാണുന്ന കാര്യങ്ങളെ അൺനോയിങ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, അതുപോലെ എടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സിന് അദ്ദേഹം എന്താണ് പറയുന്നത്, ദ കൾട്ടിവേഷൻ ഓഫ് ഡോമിനൻ്റ് ഇമേജ് പാറ്റേൺ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് കൾട്ടിവേഷൻ തിയറി എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുള്ളത്. ഡൊമിനൻ്റ് ആയിട്ടുള്ള ഇമേജ് പാറ്റേണിൻ്റെ കൾട്ടിവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഈ ഒരു തിയറി വരുന്നത് സ്റ്റാലഗ്മൈറ്റ് പേഴ്സ്പെക്റ്റീവിലാണ് എന്നുള്ളത്. എന്താണ് സ്റ്റാലഗ്മൈറ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്? അപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയേറ്റഡ് മെസ്സേജസ്, അതായത് മീഡിയയിലൂടെയുള്ള മെസ്സേജസ് ഓഡിയൻസിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് സ്റ്റാലഗ്മൈറ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റാലഗ്മൈറ്റ് ഡ്രിപ്പിംഗ് പോലെ തന്നെ ഓവർ ടൈം എന്താണ്, നമുക്ക് മീഡിയയിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ചെയ്ത് വരും. അതായത് കൂടി വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു സ്റ്റാലഗ്മൈറ്റ് പേഴ്സ്പെക്റ്റീവ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റാലഗ്മൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ വരുന്ന വൺ ഓഫ് ദ തിയറീസ് ആണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. വേറൊരു തിയറി മീനിങ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏർലി തിയറീസിൽ വരുന്ന മാജിക് ബുള്ളറ്റ് തിയറി എന്താണ് പറയുന്നത്, മീഡിയക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. വേറെ കൾട്ടിവേഷൻ തിയറി എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ളൊരു എഫക്റ്റാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അല്ല. എന്താണ് സംഭവിക്കുന്നത്, ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു എഫക്റ്റാണ് മീഡിയ ഉണ്ടാക്കുന്നതെന്നാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് തിയറി, ലോങ് പെർസിസ്റ്റന്റ് എക്സ്പോഷർ ടു TV is capable of cultivating common beliefs about the world. നമ്മൾ പറഞ്ഞു, ഡോമിനൻ്റ് ഇമേജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു കോമൺ ബിലീഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയക്ക് സാധിക്കും എന്നുള്ളതാണ് കൾട്ടിവേഷൻ തിയറിയിലൂടെ ജോർജ് ഗേബ്നർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീൻ വേൾഡ് സിൻഡ്രം എന്ന് പറയുന്നത്. എന്താണ് മീൻ വേൾഡ് സിൻഡ്രം എന്ന് പറയുന്നത്? അപ്പോൾ ഓരോ വേർഡും നിങ്ങൾ നോക്കുക, ഒരു സിൻഡ്രം ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മീൻ വേൾഡ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മീൻ വേൾഡ് സിൻഡ്രം എന്ന് പറയുന്ന ടേം ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾട്ടിവേഷൻ തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജോർജ് ഗേബ്നർ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ജോർജ് ഗേബ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ടു ഡിസ്ക്രൈബ് എ ഫിനോമിനൻ whereby violence related content of mass media makes viewers believe that the world is more dangerous than it actually is. നമുക്കറിയാം, ഇദ്ദേഹം ഈ ഒരു സ്റ്റഡി ടെലിവിഷനും ചിൽഡ്രനുമായിട്ടാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് പറയുന്നത്, നമ്മൾ ടെലിവിഷൻ പെർസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നതിലൂടെ ടെലിവിഷനിൽ കാണുന്നതാണ് റിയാലിറ്റി എന്നുള്ളതും, അതായത് ആക്ച്വൽ വേൾഡിനേക്കാളും കുറച്ചും കൂടെ വയലൻസ് എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെലിവിഷനിൽ കാണുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു വയലൻസ് ടെലിവിഷനിലുള്ള അല്ലെ ടെലിവൈസ്ഡ് റിയാലിറ്റിയാണ് യഥാർത്ഥ
യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളൊരു ഐഡിയ, അതിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത് മീൻ വേൾഡ് സിൻഡ്രം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് വേൾഡ് എന്താണോ, ആക്ച്വലി റിയൽ വേൾഡ് എന്താണോ അതല്ല, ടെലിവൈസ്ഡ് റിയാലിറ്റി ആണ് റിയൽ എന്നുള്ള ആ ഒരു തോന്നൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മീൻ വേൾഡ് സിൻഡ്രം എന്നുള്ളത് കൊണ്ട് ജോർജ് ഗാബ്നർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ സ്റ്റാലഗ്മൈറ്റ് പെർസ്പെക്റ്റീവിൽ വരുന്നൊരു തിയറിയാണ്. അതുപോലെ തന്നെ മീൻ വേൾഡ് സിൻഡ്രം ജോർജ് ഗാബ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൾട്ടിവേഷൻ തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് നോക്കാം. ഈ ഒരു സ്റ്റഡിയിൽ ടെലിവിഷനും ഓഡിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിൽ അദ്ദേഹം 3 തരം ഓഡിയൻസിനെ അല്ലെങ്കിൽ 3 തരം വ്യൂവേഴ്സിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 തരം ഓഡിയൻസ് എന്ന് പറയുന്നത്? ഒന്ന് ലൈറ്റ് വ്യൂവേഴ്സ് ആണ്, ദെൻ മീഡിയം വ്യൂവേഴ്സ്, ദെൻ ഹെവി വ്യൂവേഴ്സ്. ഇങ്ങനെ 3 ടൈപ്പ് വ്യൂവേഴ്സിനെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ലൈറ്റ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ടെലിവിഷൻ ലെസ് ദാൻ 2 hours ഡെയിലി കാണുന്ന ആൾക്കാരാണ്. മീഡിയം വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 2 to 4 hours ഡെയിലി ടെലിവിഷൻ കാണുന്ന ആൾക്കാരാണ്. ഹെവി വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 4 hours ഡെയിലി ടെലിവിഷൻ കാണുന്ന ആൾക്കാരെയാണ് ഹെവി വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വ്യൂവേഴ്സിൻ്റെ 3 കാറ്റഗറീസ് ആണ്: ലൈറ്റ് വ്യൂവേഴ്സ്, മീഡിയം വ്യൂവേഴ്സ് ആൻഡ് ഹെവി വ്യൂവേഴ്സ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീമിങ്ങും റെസനൻസും രണ്ടും നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൾട്ടിവേഷൻ തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 2 ടേംസ് ആണ് മെയിൻ സ്ട്രീമിങ്ങും അതുപോലെ തന്നെ റെസനൻസും. എന്താണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത്? മെയിൻ സ്ട്രീമിംഗ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കൾട്ടിവേഷൻ ഓഫ് common viewpoints and values due to the persistent exposure to the television content. നമുക്കറിയാമല്ലോ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ടെലിവിഷൻ കാണുന്ന സമയത്ത്, ഇദ്ദേഹം കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് തന്നെ ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നമ്മൾ ഓൾ മീഡിയ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ടെലിവിഷൻ എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ടെലിവിഷൻ കാണുന്ന സമയത്ത് ഒരു കോമൺ ബിലീഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോമിനൻ്റ് ഇമേജ് പാറ്റേൺ പോലെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ളൊരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ മെയിൻ സ്ട്രീമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൾട്ടിവേഷൻ ഓഫ് കോമൺ വ്യൂ പോയിൻറ്റ്സ് ആൻഡ് വാല്യൂസ് ഡ്യൂ ടു ദ പേഴ്സിസ്റ്റൻ്റ് എക്സ്പോഷർ ടു ദ ടെലിവിഷൻ കോണ്ടൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഐഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മീൻ വേൾഡ് സിൻഡ്രോം ഒക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് റെസണൻസ് ആണ്. എന്താണ് റെസണൻസ് എന്ന് പറയുന്നത്? He explains resonance as an interaction between television viewing and life experience and define resonance as a similarity between everyday reality and television narrative. എന്താണ് റെസണൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഗാബ്നർ എന്താണ് റെസണൻസ് എന്ന് പറയുന്നത്? It is the similarity between everyday reality and television narrative. നമുക്ക് തന്നെ ഊഹിച്ചാൽ അറിയാൻ പറ്റും, ടെലിവിഷൻ റിയാലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ റിയാലിറ്റിയും ടെലിവിഷൻ നറേറ്റീവും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി, അതിനെയാണ് ടെലിവിഷൻ നറേറ്റീവും അതുപോലെ തന്നെ എവറിഡേ റിയാലിറ്റിയും തമ്മിലുള്ള ഏകദേശം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ടെലിവിഷനിൽ എന്താ പറയുക എക്സാജറേറ്റ് ചെയ്ത് പറയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്തരത്തിൽ എവറിഡേ റിയാലിറ്റിയും ടെലിവിഷൻ നറേറ്റീവും തമ്മിലുള്ള സിമിലാരിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് റെസണൻസ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. എന്തൊക്കെയെന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സ്ട്രീമിങ്ങും റെസണൻസും മുന്നേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ മനസ്സിലാക്കുക, കൾട്ടിവേഷൻ തിയറി ജോർജ് ഗാബ്നർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഇയറിലായിരുന്നു? 1976 ആ ഒരു തിയറി വന്നിട്ടുള്ളത്. സ്റ്റാലഗ്മൈറ്റ് പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. മെയിൻ വേൾഡ് സിൻഡ്രം ഈ ഒരു തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഗാബ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടേമാണ്. ദെൻ മെയിൻ സ്ട്രീമിംഗ് എന്താണ്, റെസണൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൾട്ടിവേഷൻ തിയറീനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ബാക്കി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പുതിയൊരു ലൈവിൽ കാണാം. താങ്ക് യു.